മെട്രോ നഗരമായ കൊച്ചിയെ സമാന്തരമായി നിയന്ത്രിക്കുന്ന മയക്കുമരുന്ന് കൊട്ടേഷൻ മാഫിയകൾക്ക് പിന്നാലെ വൻകിട പണക്കാരെ തൃപ്തിപ്പെടുത്താൻ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുന്ന രാജ്യാന്തര സെക്സ് റാക്കറ്റുകളും നഗരത്തിൽ വേരൂന്നിയതായി വ്യക്തമായ തെളിവുകൾ പുറത്ത്. മോഡലിംഗ് മോഹങ്ങളുമായി നടക്കുന്ന പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തി ദുബായിലേക്ക് കടത്തുന്ന പെൺവാണിഭ സംഘത്തിലെ 3 പ്രധാന കണ്ണികളെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കൊച്ചിയിലെ കറുത്ത അധോലോകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പൊന്നാനി സ്വദേശി മഞ്ജിമ, ആലുവ സ്വദേശിനി അലീന, തിരുവനന്തപുരം സ്വദേശിനി സിന്ധു എന്നിവരാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലായത്. കൊച്ചിയിൽ നിന്നും മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നും സാഹസികമായാണ് ഇവരെ പോലീസ് പൊക്കിയത്. സിനിമ, ഫാഷൻ രംഗത്തെ ചില പ്രമുഖരും കേരളത്തിലെ വൻകിട ബിസിനസ് റാവുകളും ഉൾപ്പെട്ട സമാന്തര ശൃംഖലയാണ് ഈ മനുഷ്യക്കടത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഗ്ലാമർ ലോകത്ത് തിളങ്ങാൻ ആഗ്രഹിക്കുന്ന 25-കാരിയായ യുവതി നൽകിയ പരാതിയിലാണ് വിദേശത്തേക്ക് നീളുന്ന ഈ പെൺവാണിഭത്തിന്റെ ചുരുളഴിയുന്നത്. ദുബായിൽ നടക്കുന്ന വൻകിട ഫാഷൻ ഷോകളിലും കോടികളുടെ പരസ്യചിത്രങ്ങളിലും വേഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രതികൾ ഇരകളെ കണ്ടെത്തുന്നത്. വിമാന ടിക്കറ്റും വിസയും ഉൾപ്പെടെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഗൾഫിലെത്തുന്നതോടെയാണ് പെൺകുട്ടികൾ ക്രൂരമായ അടിയറവുകളിലേക്ക് തള്ളിവിടപ്പെടുന്നത്. നിലവിൽ സമാനമായ രീതിയിൽ കെണിയിൽ വീണ 3 പെൺകുട്ടികളാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പണക്കൊഴുപ്പിൽ എന്തും സാധ്യമാകുന്ന ദുബായിലെ ആഡംബരത്തിന്റെ മറവിലാണ് ഈ വേട്ട മുഴുവൻ നടക്കുന്നത്. വിദേശത്തെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന പെൺകുട്ടികളെ പ്രതികൾ നേരെ എത്തിക്കുന്നത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രഹസ്യ ഫ്ളാറ്റുകളിലേക്കാണ്. അവിടെ എത്തുന്നതോടെ യുവതികളുടെ പാസ്പോർട്ടും ഫോണുകളും ബലമായി പിടിച്ചുവെക്കും. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ക്രൂരമായ ശാരീരിക പീഡനങ്ങളും മർദ്ദനങ്ങൾക്കും ഇരയാക്കുകയാണ് പതിവ്. തുടർന്ന് പെൺകുട്ടികളുടെ പ്രതിരോധം പൂർണ്ണമായും തകർക്കുന്നതിനായി ഇവരുടെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും മാരകമായ കെമിക്കൽ ഡ്രഗ്സുകൾ നിർബന്ധപൂർവ്വം കലർത്തി നൽകും. അമിത ലഹരി ഉപയോഗം മൂലം പെൺകുട്ടികൾ അബോധാവസ്ഥയിലാകുന്നതോടെയാണ് പ്രതികൾ തങ്ങളുടെ പണക്കാരായ ആവശ്യക്കാർക്കായി ഇവരെ കാഴ്ചവെക്കുന്നത്. ഈ ക്രൂരതകൾക്കിടയിൽ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളും കിടപ്പറ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി സൂക്ഷിക്കും. പിന്നീട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാസങ്ങളോളം ഇവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത്. പല വിധത്തിലുള്ള തന്ത്രങ്ങളിലൂടെയും ചിലരുടെ സഹായത്തോടെയുമാണ് പരാതിക്കാരായ പെൺകുട്ടികൾ ഒടുവിൽ ജീവൻ കയ്യിലെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിയത്. അറസ്റ്റിലായവരിൽ ആലുവ സ്വദേശിനിയായ അലീന കൊച്ചിയിലെ ലഹരി കൊട്ടേഷൻ മാഫിയകളുടെ സജീവ പങ്കാളിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നഗരത്തിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുടെ തണലിലാണ് ഇവർ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതും താവളങ്ങൾ മാറ്റിപ്പാർപ്പിച്ചിരുന്നതും. ലക്ഷങ്ങളൊഴുകുന്ന ആഡംബര ജീവിതത്തിനുള്ള പണം കണ്ടെത്താനാണ് അലീനയും മഞ്ജിമയും മനുഷ്യക്കടത്തിലേക്ക് തിരിഞ്ഞത്. കേസിൽ നിലവിൽ 5 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുംബൈയിൽ നിന്നും പിടിയിലായ സിന്ധുവിനെ കൊച്ചിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഈ റാക്കറ്റുമായി ബന്ധമുള്ള സിനിമാ രംഗത്തെയും ബിസിനസ് ഗ്രൂപ്പുകളിലെയും വമ്പന്മാരുടെ പേരുകൾ പുറത്തുവരുമെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ നിർണായക അറസ്റ്റുകൾ ഉണ്ടായേക്കും. പ്രതികൾക്കെതിരെ മനുഷ്യക്കടത്ത്, കൂട്ടബലാത്സംഗം, IT ആക്ട് പ്രകാരമുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി വിചാരണ വേഗത്തിലാക്കാനാണ് പോലീസിന്റെ നീക്കം.